പ്രിയമുള്ളവരെ, ഇന്നത്തെ സായാഹ്നം എന്തുകൊണ്ടും ആഹ്ലാദം നിറഞ്ഞതാണ്. നിയമസഭാ സമ്മേളനം കഴിയാൻ പതിവിലേറെ താമസിച്ചതിനാലാണ് ഇന്നിവിടെ ഞാൻ വരാൻ വൈകിയത്. ഇത്രയും നേരം എനിക്ക് വേണ്ടി കാത്തിരുന്ന് മുഷിഞ്ഞ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. തീവ്രവാദികളും മതമൗലികവാദികളും രാജ്യത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്ന ഈ കാലയളവിൽ വിവിധ ജാതിമത രാഷ്ട്രീയ വിശ്വാസികളെ ഏകോപിപ്പിച്ച് നിർത്തുന്ന പൈനിയേഴ്സ് ക്ലബ്ബ് പോലുള്ള സംഘടനകൾ ഇന്ന് ഈ രാജ്യത്തിന് അനിവാര്യമാണ്. പുതുവത്സരത്തെ എതിരേൽക്കാൻ വർണ്ണക്കോടി ഉടുത്ത് തയ്യാറെടുത്ത് നിൽക്കുന്ന ഈ സന്ധ്യയിൽ നിങ്ങളെയൊക്കെ കാണാനും പുതുവത്സരാശംസകൾ നേരാനും സാധിച്ചതിൽ പൈനിയേഴ്സ് ക്ലബ്ബ് ഭാരവാഹികളോട് എനിക്ക് അതിയായ നന്ദിയുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷാത്മകമായ ഒരു സമീപനം ഇതുപോലുള്ള സംഘടനകൾക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് ജനസമ്പർക്കപരമായ പല പുരോഗതികൾക്കും തടസ്സം നേരിടുന്നതെന്ന് എനിക്കറിയാഞ്ഞിട്ടല്ല. രാജ്യം ഒട്ടേറെ ഭീഷണികൾ നേരിടുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങൾ സർക്കാരിന് നൽകുന്ന പിന്തുണയും വിശ്വാസവുമാണ് ഉറച്ച കാൽവയ്പോടെ മുന്നോട്ട് പോകാൻ എന്നെയും എന്റെ മന്ത്രിസഭയും സഹായിക്കുന്നത്. ഇതുപോലുള്ളൊരു മീറ്റിംഗിൽ രാഷ്ട്രീയം സംസാരിക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ലെങ്കിലും ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിലേക്ക് കടക്കാതിരിക്കാൻ വയ്യ. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റമാണല്ലോ. രാജ്യത്തെങ്ങും ജനങ്ങളെ വീർപ്പുമുട്ടിക്കുന്ന ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ഭൂരിപക്ഷം വരുന്ന സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ് തന്നെയാണ്. വ്യവസായ വാണിജ്യ രംഗത്തെ മാന്യത